മക്കളെ, ഇന്ത്യൻ ആർമിയിലേക്കുള്ള TESൻ്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ആർക്കാണ് അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, ഒന്ന് അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്, ആൺകുട്ടികൾക്ക് മാത്രമാണ്, വിവാഹിതരായിരിക്കരുത്, +2 പാസ്സായിട്ടുള്ള കുട്ടിയായിരിക്കണം. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ JEE മെയിൻ 2025 ക്വാളിഫൈ ചെയ്ത കുട്ടിയുമായിരിക്കണം. അപ്പോൾ എലിജിബിലിറ്റിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അൺമാരീഡ് മെയിൽ ആയിരിക്കണം. അതേപോലെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. JEE 2025 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഏജ് ലിമിറ്റ് നോക്കുക. എ കാൻഡിഡേറ്റ് മസ്റ്റ് നോട്ട് ബി ബിലോ 16.5 ഇയേഴ്സ്, 16.5 വയസ്സിൽ താഴെ ആയിരിക്കരുത്. ആൻഡ് 19.5 വയസ്സിന് മേലെയും ആയിരിക്കരുത്. അല്ലെങ്കിൽ ഷുഡ് നോട്ട് ബി ബോൺ ബിഫോർ 2 ജാനുവരി 2007, 2007 ജനുവരി 2 മുമ്പ് ജനിച്ചവരുമായിരിക്കരുത്. ആൻഡ് നോട്ട് ആഫ്റ്റർ 2010 ജനുവരി 1 ശേഷവും ജനിച്ചവരായിരിക്കരുത്. എന്നാൽ ഈ ഡേറ്റ് ഈ ഡേറ്റ് പ്രശ്നമില്ല. ഇതിനു മുമ്പോ 2007 ജനുവരി 2 മുമ്പോ 2010 ജനുവരി 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അതായത് മിനിമം 60% മാർക്ക് ഉണ്ടാവണം, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ചേർത്ത്. ഓക്കെ, ഇനി അത് +2-ൽ കിട്ടിയ മാർക്ക് മാത്രമാണ്, +1 +2 ചേർത്തിട്ടല്ല. അപ്പോൾ ഏതാണെങ്കിലും വിൽ ബി ബേസ്ഡ് ഓൺ മാർക്ക് ഒബ്റ്റെയിൻ ഇൻ ക്ലാസ് +2. +2-ൻ്റെ മാത്രം മാർക്കിൻ്റെ ബേസിലാണ്. അപ്പോൾ +2-ൻ്റെ മാത്രം മാർക്ക് 60% മേലെ ഉണ്ടാവണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനും. ഇനി ആകെ 90 വേക്കൻസിയാണുള്ളത്. അത് ചിലപ്പോൾ കൂടാം കുറയാം. നിലവിൽ 90 വേക്കൻസിയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കുക. ജോയിൻ ഇന്ത്യൻ ആർമി എന്നുള്ള സൈറ്റാണ്, joinindianarmy.nic.in എന്നുള്ള സൈറ്റിലാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണുള്ളത്, ഓഫ്ലൈൻ അല്ല. അതിൽ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഒരു തെറ്റുമില്ലാതെ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. കറക്റ്റ് ചെയ്യാനുള്ള സമയം തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ആ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ റോൾ നമ്പരും മറ്റും ഉണ്ടാവും. ഈ റോൾ നമ്പറുള്ള പ്രിൻ്റ് ഔട്ടിൻ്റെ 2 കോപ്പി എടുത്ത് വയ്ക്കണം. ഒരു കോപ്പി നിങ്ങളുടെ ആവശ്യത്തിന് വയ്ക്കണം. ഒന്ന് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകേണ്ടതാണ്. അങ്ങനെ 2 കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇനി ഡോക്യുമെൻ്റ് ഏതൊക്കെ വേണമെന്ന് നോക്കുക. ഒന്ന് ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ്, അത് ഒറിജിനൽ സ്കാൻ ചെയ്തതിൻ്റെ ഉണ്ടാവണം, റീസൺ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി. അതുപോലെ ക്ലാസ് 12th പാസ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ മാർക്ക് ഷീറ്റും ഒക്കെ ഉണ്ടാവണം. ID പ്രൂഫിൻ്റെ ഒറിജിനലിൻ്റെ ഇമേജ്, സ്കാൻഡ് ഇമേജ് ഉണ്ടാവണം. അതേപോലെ നിങ്ങൾ അവിടെ പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. ആൻഡ് കോപ്പി ഓഫ് ദി റിസൾട്ട് ഓഫ് JEE, അപ്പോൾ JEEയുടെ റിസൾട്ടും ഉണ്ടാവണം. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ID പ്രൂഫ്, അതേപോലെ JEEയുടെ റിസൾട്ട് ലെറ്ററും ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് കോപ്പി 2 കോപ്പി എടുക്കുന്നുണ്ട്. ഒരു കോപ്പി നിങ്ങൾ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകണം, ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം. അതേപോലെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും മറ്റും 20 കോപ്പിയോളം സെൽഫ് അറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുപോകണം. സെലക്ഷൻ പ്രൊസീജിയർ നോക്കുക. അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ആദ്യം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിനുശേഷം ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ജോയിനിങ് ലെറ്റർ തരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയം 2025 നവംബർ 13 ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. നവംബർ 13-നുള്ളിൽ നവംബർ 13 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.